ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻസ്റ്റൈൽ വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കുറുമയാണ്. വളരെ ഈസി ആയിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ പുലാവിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമ്മൾ പ്രഷർ കുക്കറിലാണ് ഇന്ന് ചിക്കൻ കുറുമ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി ഇത് കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർക്കാം. ഞാൻ 4 പട്ട, 4 ഗ്രാമ്പു, 3 ഏലയ്ക്ക, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അത് ചേർക്കുക. അത് ചേർത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. സ്പൈസസ് ചേർത്തിട്ട് നല്ല സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നീളത്തിൽ കനം കുറഞ്ഞാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് ചേർക്കാം. സവാള ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് കരിഞ്ഞു പോകരുത്, എന്നാലും നന്നായിട്ട് വാടി വരികയും വേണം. അതുപോലെ സവാള ചേർത്ത ഉടനെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർക്കണം. ഞാൻ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ സവാള കരിഞ്ഞു പോകരുത്, എന്നാൽ നന്നായിട്ട് വാടി വരികയും വേണം. നമ്മുടെ സവാളയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ വെച്ച് അരച്ചെടുത്തതാണ്. അത് ചേർക്കാം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. അതായത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ സമയം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനൊരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പഴുത്ത തക്കാളി എടുക്കണ്ട, കുറച്ച് പച്ചയായിട്ടുള്ള ഒരു തക്കാളി എടുത്താൽ മതി. തക്കാളി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മുടെ തക്കാളി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. ഒരുപാട് പൊടികളൊന്നുമില്ല. ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് പൊടി. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ പൊടികൾ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം കറി ആയതിനു ശേഷം ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പൊടികൾ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചേർക്കാം. ഇനി ചിക്കൻ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ ആ മസാലയായിട്ടൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് ചിക്കനും മസാലയായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തതേ ഉള്ളൂ. അതുകൊണ്ട് ചിക്കനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാൻ 200 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് അടച്ച് വയ്ക്കാം. കുക്കർ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 7 കാഷ്യൂനട്ട് എടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ഞാൻ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, 7 എണ്ണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക. അതുപോലെ തേങ്ങ എടുക്കുമ്പോൾ നല്ല വൈറ്റ് കളറ് എടുക്കാൻ ശ്രദ്ധിക്കണം. ആ ബ്രൗൺ കളറ് വരുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കറിയുടെ ആ കളറ് മാറിപ്പോവും.
കുക്കർ വിസിൽ വന്നതിന് ശേഷം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. ഇതാ ഞാൻ സ്റ്റവ് ഓണാക്കിയതിന് ശേഷം കറി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പാണ്. അതുപോലെ അരപ്പ് ചേർക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. തേങ്ങ ആയതുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ പെട്ടെന്ന് പിരിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളയ്ക്കുമ്പോഴും അതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഗ്രേവീൻ്റെ തിക്നെസ്സിനനുസരിച്ച് ചേർത്താൽ മതി. ഒരുപാട് ഗ്രേവി വേണ്ട. ഇത് കുറച്ച് തിക്കായിട്ടാണ് എപ്പോഴും കുറുമ ഉണ്ടാവുക. നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ടിപ്പ് കൂടിയാണ്. ലാസ്റ്റ് ഇങ്ങനെ കുരുമുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. കുരുമുളകും കൂടെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ തന്നെ പട്ടയും ഗ്രാമ്പുമൊക്കെ ചേർത്തതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നത്. അതുപോലെ ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ഞാനിവിടെ ഒരു 4 തണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ചേർക്കാം. മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് മറ്റ് വ്യൂവേഴ്സിനും കൂടി ഒരു ഹെൽപ്പായിരിക്കും. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.